ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കോക്കനട്ട് കേക്ക് തയ്യാറാക്കാം കേട്ടോ. മുട്ടയൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് അടിപൊളി ടേസ്റ്റുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയ്ക്ക് നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാട്ടെ നമുക്ക്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പൊടി എല്ലാവരും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടി കുറേശ്ശായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടി കൂടുതലുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. നാളികേരം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കുക. അങ്ങനെ ആക്കിയിട്ടുള്ള നാളികേരമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിന് മുകളിൽ നന്നായിട്ടൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയറിലാട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. സമയമൊക്കെ സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ചൂടാറിയ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം.